സോ ഗൈസ് എല്ലാവർക്കും ഒരു ട്രേഡിംഗ് സീരീസിൻ്റെ അല്ല നമ്മുടെ ഒരു ഫോറക്സ് ട്രേഡിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ട്രേഡിംഗ് സീരീസ് കഴിഞ്ഞ ആ ഒരു വീഡിയോ കൂടി തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ വീഡിയോസ് വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനി മെയിനായിട്ട് നമ്മുടെ ഒരു ഫോറക്സ് ട്രേഡിംഗ് സീരീസ് ആയിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ആ ഒരു കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ആ ഒരു ട്രേഡിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി എ തൊട്ട് കവർ ചെയ്ത് പോകാം. എ ടു ഇസഡ് എനിക്കറിയത്തില്ല, ഇസഡൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഓരോ ഞാനും പഠിക്കും, നിങ്ങളെയും പഠിപ്പിച്ച് അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ്? ഫോറക്സ് എന്ന് പറയുന്ന സമയത്ത് അതിലെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു രണ്ട് വാക്കിൻ്റെ ഷോർട്ട് ഫോം ആക്കി നമുക്ക് എന്താ ഫോറക്സിനെ പറയാം. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഫോറിൻ എക്സ്ചേഞ്ച് എന്താ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ ഒരു കറൻസി എടുത്താൽ ഇപ്പോൾ ഇന്ത്യൻ കറൻസിയാണ് INR, അതുപോലെ തന്നെ അമേരിക്കൻ അല്ലെങ്കിൽ US കറൻസിയാണ് USD. അപ്പോൾ ഈ INR USD നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇവിടെ INR എടുത്തു, INR, അതുപോലെ തന്നെ US കറൻസി എടുത്തു, USD. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ INR എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ USD എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ INR കൊടുത്ത് $US വാങ്ങുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നോട്ട് INR കൊടുത്തു, അതിനുശേഷം എന്താ അവിടെ നിന്ന് USD വാങ്ങി. ഞാൻ INR കൊടുത്ത് USD വാങ്ങുമ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. അതായത് ഞാൻ ഒരു സാധനം കൊടുത്തു, വേറൊരു സാധനം വാങ്ങി. പക്ഷെ ഇവിടെ ഞാൻ സാധനമല്ല, കറൻസിയാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തു, $US വാങ്ങി. അപ്പോൾ അവിടെ കറൻസി തമ്മിൽ എക്സ്ചേഞ്ച് ആയി. അതും ഒരു കൺട്രിയുടെ കറൻസി അല്ല, രണ്ട് കൺട്രീസിന്റെ കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താ. അപ്പോൾ അവിടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് സംഭവിച്ചു. ഇത്രേ ഉള്ളൂ. ഇതാണ് ഫോറക്സ് എന്ന് പറയുന്നത്. രണ്ട് കൺട്രീസിന്റെ കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് എന്താ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഈ INR USD വിട്ടിട്ട് നമുക്കിപ്പോൾ എന്താ നമുക്ക് ജപ്പാന്റെ yen എടുക്കാം. JPY എന്ന് പറയും, ജാപ്പനീസ് yen. അപ്പോൾ ഈ JPY USD, ഞാൻ JPY കൊടുത്തു USD വാങ്ങി, അല്ലെങ്കിൽ USD JPY, എങ്ങനെ വേണോ വരാം. ഞാൻ USD കൊടുത്ത് JPY വാങ്ങിച്ചാലും അതുപോലെ തന്നെ JPY കൊടുത്ത് USD വാങ്ങിച്ചാലും അവിടെ നടക്കുന്നത് സെയിം എക്സ്ചേഞ്ച് ആണ്. അത് ഫോറിൻ എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിന് നമുക്ക് ഫോറക്സ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബേസിക് ഐഡിയ കിട്ടി കാണത്തില്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെ നോക്കാം. അടുത്തത് നിങ്ങൾ ഒരു ടേം ഞാൻ പറയാം, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്തായാലും ഓർമ്മിക്കേണ്ട ഒരു ടേമാണ് ആ ഒരു ടേം. നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നൊരു ടേമാണ് ഈ കറൻസി പെയർ എന്ന് പറയുന്നത്. കറൻസി പെയർസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന പോലെ തന്നെ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രണ്ട് സാധനങ്ങൾ തമ്മിൽ ചേരുമ്പോൾ നമ്മൾ അതിന് പെയർ എന്ന് പറയാറുണ്ടല്ലേ. നമ്മൾ ഒരു സാധനം അല്ലെങ്കിൽ മൂന്നോ നാലോ നാല് സാധനം വരുമ്പോൾ എന്താ നമ്മൾ രണ്ട് പെയർ എന്ന് പറയും. അതുപോലെ തന്നെ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചേരുന്നു. ഇപ്പം ഇവിടെ INR എടുത്തിട്ടുണ്ട്, USD എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താ അതൊരു പെയറായി. ആ ഒരു പെയറിനെയാണ് നമ്മൾ എന്താ കറൻസി പെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു സൈഡിലോട്ട് മാറ്റാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ സെയിം INR എടുത്തു, INR പകരം എന്നിട്ട് ഞാൻ സ്പേസ് കൊടുക്കുന്നതിന് പകരം ഒരു സ്ലാഷ് കൊടുത്തു, USD എന്നിട്ടു. അപ്പോൾ നിങ്ങൾ നോക്കുക, INR വേഴ്സസ് USD അല്ലെങ്കിൽ INR/USD എങ്ങനെ വേണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ INR USD എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെയറാണ് ഇവിടെ. അതായത് നിങ്ങൾ നോക്കുക, രണ്ട് സാധനങ്ങൾ, രണ്ട് കറൻസീസ് തമ്മിൽ ഇവിടെ ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ INR USD ഒരു പെയർ എന്ന് പറയുമ്പോൾ ഇതിൽ INR, അതായത് ഈ ഫസ്റ്റ് കാണുന്ന ഏത് കറൻസി ആയിക്കോട്ടെ, INR തന്നെ ആവണമെന്നില്ല, ലോകത്തിലെ ഏത് കറൻസി ആയാലും എങ്ങനെയൊക്കെ വന്നാലും ഈ ഫസ്റ്റ് കാണുന്ന, അതായത് ഇപ്പോൾ രണ്ട് നിങ്ങൾക്ക് കാണാം, സ്ലാഷിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അപ്പോൾ ഈ സ്ലാഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വന്നാലും നമ്മൾ അതിന് എന്ത് പറയും? ബേസ് കറൻസി അല്ലെങ്കിൽ പ്രൈമറി കറൻസി എന്ന് പറയും. അതുപോലെ തന്നെ ഈ സ്ലാഷിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ USD ആണ്, USD അല്ല, ഇപ്പോൾ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഇത് തിരിച്ച് വന്നു വിചാരിക്കുക, അതായത് USD INR എന്ന് വന്നാലും എങ്ങനെ വന്നാലും ഈ ഒരു സ്ലാഷിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് സെക്കൻഡറി കറൻസി അല്ലെങ്കിൽ കോഡ് കറൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആരോ എടുക്കട്ടെ. നമ്മുടെ ആരോ ടൂൾ എടുത്ത് ഇത് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതിനെ നമുക്ക് എന്താ ബേസ് കറൻസി ആയിട്ട് മാർക്ക് ചെയ്യാം. ബേസ് അല്ലെങ്കിൽ പ്രൈമറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നതിന് എന്താ എപ്പോഴും ബേസ് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് മാർക്ക് ചെയ്യും. അതുപോലെ ഈ ഒരു സെക്കൻഡ് കാണുന്ന ഈ ഒരു സ്ലാഷിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന, സ്ലാഷ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന ഏത് കറൻസി, ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ പറയാം, ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചാർട്ട് യൂറോ USD, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം യൂറോ/US ഡോളർ. അപ്പോൾ ഈ EUR എന്ന് പറയുന്നത് നമുക്ക് എന്താ ബേസ് അല്ലെങ്കിൽ പ്രൈമറി കറൻസി എന്ന് പറയാം. അതുപോലെ തന്നെ ഈ USD നമുക്ക് എന്താ സെക്കൻഡറി കറൻസി അല്ലെങ്കിൽ കോഡ് കറൻസി എന്ന് പറയാം.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, കോട്ട് അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയാം, എങ്ങനെ വേണോ പറയാം. അതൊന്നും എന്താ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണോ പറയാം. കോട്ട് എന്നും പറയാം, സെക്കൻഡറി എന്നും പറയാം. ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, കാണാതെ പഠിച്ചിരിക്കാനൊന്നുമില്ല, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അറിയാതെ ഫോറക്സ് ട്രേഡിങ്ങിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ ബേസ് അല്ലെങ്കിൽ കോഡ് കറൻസി എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണ്, ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ INR ഫസ്റ്റ് ബേസ് കറൻസി, ബേസിൻ്റെ യൂണിറ്റ് ഒന്നും ആ ഒരു യൂണിറ്റിന് കോഡ് സൈഡിൽ എത്ര വാല്യൂ ഉണ്ടോ അതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായില്ല എനിക്കറിയാം, ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യും, എൻ്റെ അടുത്തൊരു കിൻഡർ ജോയ് ഉണ്ട്. അപ്പോൾ കിൻഡർ ജോയ്ക്ക് നമുക്ക് എന്താ, കിൻഡർ ജോയ് KJ എന്ന് മാർക്ക് ചെയ്യാം, KJ/INR അതിനെ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം KJ. അപ്പോൾ നമ്മുടെ കിൻഡർ ജോയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്ര, എനിക്ക് തോന്നുന്നു 50 രൂപ സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കിൻഡർ ജോയ് എടുത്തു. ഈ കിൻഡർ ജോയ്ക്ക് 50 രൂപയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു കിൻഡർ ജോയ്, അതായത് ഈ കിൻഡർ ജോയ് ഏത് സൈഡിലുള്ള, നമ്മുടെ ബേസിൻ്റെ സൈഡിലുള്ള. അപ്പോൾ ഞാൻ വെള്ളം പറഞ്ഞായിരുന്നു, നമ്മുടെ ഏത് സൈഡിലും അല്ല, നമ്മുടെ സ്ലാഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എപ്പോഴും ബേസ് ആയിരിക്കും, സ്ലാഷിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് എപ്പോഴും എന്താ, കോട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ കിൻഡർ ജോയ് ഇവിടെ പ്രൈമറി സൈഡ് അല്ലെങ്കിൽ ബേസ് സൈഡിലാണ്. അതായത് നമുക്കറിയാം ഈ ഒരു ബേസ് സൈഡിൽ എന്ത് വന്നാലും അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അതായത് ഇപ്പം ഇവിടെ USD ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചാർട്ട്, യൂറോ, ഒരു യൂറോ, അതുപോലെ തന്നെ കിൻഡർ ജോയ്, ഒരു കിൻഡർ ജോയ്, ഈ സൈഡിൽ എന്ത് വന്നാലും നമ്മൾ അതിൻ്റെ വാല്യൂ 1 ആക്കി എടുക്കണം. മാർക്ക് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. 1. ഇപ്പോൾ രൂപയാണെങ്കിൽ 1 രൂപ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, USD. ഇപ്പോൾ യൂറോ എന്ന് പറയുന്നത് എന്താ, യൂറോപ്പിൻ്റെ കറൻസി ആണെന്ന് തോന്നുന്നു. ആ ഒരു കറൻസി, അതിൻ്റെ ആ ഒരു, ഇപ്പോൾ നമ്മൾ ഇവിടെ INR USD എന്നായിരുന്നെങ്കിൽ എന്താ, INR 1 രൂപ. മനസ്സിലായില്ലേ? സെയിം ഇവിടെ കിൻഡർ ജോയിയുടെ വാല്യൂ 1. ഒരു കിൻഡർ ജോയ്ക്ക് ഇന്ത്യയിൽ എത്ര രൂപയാ, 50 രൂപയാണല്ലേ. അപ്പോൾ അതുകൂടി ഒന്ന് മാർക്ക് ചെയ്യാം. 50 ഇവിടെ 50 മാർക്ക് ചെയ്തു. അപ്പം മനസ്സിലായില്ലേ, ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ സൈഡിൽ ഏതാ, ബേസ് സൈഡിൽ എന്ത് വരുന്നോ അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു യൂണിറ്റ്, ബേസ് സൈഡിലെ ഒരു യൂണിറ്റ് കോഡ് സൈഡിലെ എത്ര യൂണിറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, കിൻഡർ ജോയ്, ഒരു കിൻഡർ ജോയിൻ്റെ വാല്യൂ 50 രൂപയാണ്. അപ്പോൾ അവിടെ ട്രേഡ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ 2 കിൻഡർ ജോയ് എടുത്ത് ട്രേഡ് ചെയ്താൽ എനിക്ക് 100 രൂപ ഇട്ട് അവിടെ ട്രേഡ് ചെയ്യണം. 3 കിൻഡർ ജോയ് എടുത്ത് ട്രേഡ് ചെയ്താൽ എനിക്ക് 150 രൂപയുടെ ട്രേഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ ബേസ് സൈഡ് എന്താണോ വരുന്നത് അതിൻ്റെ യൂണിറ്റ് എപ്പോഴും 1 ആയിരിക്കും. നമ്മുടെ കോഡ് സൈഡിൽ എന്താണോ വരുന്നത്, നമ്മുടെ ബേസ് സൈഡിൻ്റെ 1 വാങ്ങാൻ എത്രയാവും, ബേസ് സൈഡിലുള്ള ഒരു യൂണിറ്റ് വാങ്ങാൻ എത്ര രൂപയാവും എന്നാണ് കോഡ് സൈഡിലെ കറൻസി നമ്മളെ കാണിച്ചു തരുന്നത്. ഇപ്പം ബേസ് സൈഡ് നമ്മൾ കിൻഡർ ജോയ് നമുക്കൊരു കറൻസി ആയിട്ട് എടുക്കാം, നിങ്ങളൊരു സാധനം ആയിട്ട് എടുക്കണ്ട, കിൻഡർ ജോയ് ഒരു കറൻസി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കൺട്രിയുടെ കറൻസി ആയിട്ട് കിൻഡർ ജോയ് എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു കിൻഡർ ജോയ് എന്ന് പറയുന്ന കറൻസി നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ 50 രൂപയാണ്. അതായത് നമ്മൾ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ എന്താ, ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ 85 രൂപ സംതിങ് ആണ്. അപ്പോൾ ഒരു കിൻഡർ ജോയ് എന്ന് പറയുന്ന ആ ഒരു കറൻസി, ഒരു കിൻഡർ ജോയ്ക്ക് ഇന്ത്യയിൽ 50 രൂപയാണ്. അപ്പോൾ ഈ ഒരു കറൻസി പെയറിൽ ഒരു കിൻഡർ ജോയ് നമ്മുടെ ബേസ് സൈഡിൽ 1 വന്നു. അപ്പോൾ ഈ ഒരു കിൻഡർ ജോയ്ക്ക് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ 50 രൂപയാണ്. അപ്പോൾ ഇവിടെ ട്രേഡ് പോകുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ ഈ ഒരു കിൻഡർ ജോയിനാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കിൻഡർ ജോയ് വാങ്ങുന്ന സമയത്ത് ഈ കോഡ് സൈഡിലുള്ള ഈ കറൻസി എന്താ, സെല്ലാവുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ ഈ സൈഡ് നോക്കണ്ട, ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബേസ് സൈഡ് മാത്രമേ ട്രേഡ് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കിൻഡർ ജോയ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് INR വാങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കിൻഡർ ജോയ് വിറ്റു 50 രൂപ വാങ്ങി, ഒരു കിൻഡർ ജോയ് വാങ്ങിയാലോ നിങ്ങൾ 50 രൂപ വിറ്റു. സെയിം ഇവിടെ USD നോക്കുക, നിങ്ങൾ ആണ് ബേസ് സൈഡിൽ വരുന്നത്, USD ആണ് കോഡ് സൈഡിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് കാണാം 1.17 ആണ്. ജസ്റ്റ് ഇത്ര എടുത്താൽ മതി, 1 എന്ന് എടുക്കാം. ഓക്കെ, ജസ്റ്റ് 1 എന്ന് എടുക്കാം. ഇപ്പോൾ ഒരു യൂറോയ്ക്ക് എത്ര രൂപയാ, അല്ല എത്ര ഡോളറാ, ഒരു യൂറോയ്ക്ക് $1.17 മനസ്സിലായില്ലേ. അപ്പോൾ ഒരു യൂറോ എടുത്താൽ അതിൻ്റെ ഡോളറിലെ റേറ്റ് വരുമ്പോൾ 1.17 ആവും. അപ്പോൾ നിങ്ങൾ അവിടെ ട്രേഡ് ചെയ്യുന്നത് എന്താ, ഈ യൂറോ ആണ് നിങ്ങളിവിടെ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു യൂറോ കൊടുത്ത് ഇത്രയും USD വാങ്ങുന്നു, അല്ലെങ്കിൽ ഈ ഒരു യൂറോ വാങ്ങി ഇത്രയും USD വിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു കറൻസി പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത രീതി നിങ്ങൾക്ക് അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല.
എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ ഒന്ന് ചോദിക്കാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബേസ് സൈഡിൽ എടുക്കുന്നതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അതിന് ആ ഒരു കോഡ് സൈഡിലുള്ള കറൻസിക്ക് എത്ര ഒരു വാല്യൂ ആണോ ഉള്ളത് അതായിരിക്കും നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്ന വാല്യൂ. അതായത് കിൻഡർ ജോയ് എന്ന് പറയുന്നൊരു കറൻസി ഒരു കിൻഡർ ജോയ് എന്ന് പറയുന്ന കറൻസിക്ക് ഇന്ത്യൻ റുപ്പീസിൽ 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കിൻഡർ ജോയ് കൊടുത്ത് 50 രൂപ വാങ്ങുന്നു. അതായത് ഒരു കിൻഡർ ജോയ് സെല്ല് ചെയ്ത് ഇന്ത്യൻ റുപ്പീസിൽ 50 രൂപ വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചു. ഒരു കിൻഡർ ജോയ് വാങ്ങിക്കുമ്പോൾ എന്താ നിങ്ങളവിടെ 50 രൂപ കൊടുത്താണ് ഒരു കിൻഡർ ജോയ് വാങ്ങുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ബേസ് സൈഡ് മാത്രമേ ട്രേഡ് ആവുന്നുള്ളൂ. INR സൈഡ് ഓട്ടോമാറ്റിക് INR അല്ല, നമ്മുടെ ആ ഒരു കോഡ് സൈഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൂടെ എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും പിടികിട്ടിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ 3 ടൈപ്പ് ഓഫ് കറൻസി പെയർസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മേജർ കറൻസി പെയർസ്. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് മൈനർ കറൻസി പെയർസ്. തേർഡ് വരുന്നത് എക്സോട്ടിക് കറൻസി പെയർസ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ല. പേടിക്കേണ്ട, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു പോവാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കുറച്ച് കറൻസീസ് കാണാം. ഞാൻ മേജർ കറൻസീസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് കറൻസീസ്. ഇതിലിപ്പോൾ ഇവിടെ 7 ഉണ്ട്. EUR USD, USD JPY, അതായത് USD CAD എന്ന് പറയുമ്പോൾ കനേഡിയൻ ഡോളേഴ്സ് ആണ്. NSD USD എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഡോളേഴ്സ്, അതുപോലെ തന്നെ GBP ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, CHF സ്വിസ് ഫ്രാങ്ക്, അതുപോലെ തന്നെ AUD USD ഓസ്ട്രേലിയൻ ഡോളർ. അപ്പോൾ ഇവിടെ ഞാൻ 7 കറൻസീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 7 കറൻസീസിലും ഒരുമിച്ച് വരുന്ന, അതായത് ഈ 7 ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താ, അതിലെല്ലാം USD ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി കാണത്തില്ലേ, USD ഉള്ള എല്ലാമായിരിക്കും മേജർ കറൻസീസ്. ഏകദേശം ഒരു രീതി വരെ അത് കറക്റ്റാണ്, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അത് ഞാൻ ഇനി പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഈ ഒരു 7 നമുക്ക് എന്താ USD കാണാൻ കഴിയും. അപ്പോൾ ഇതിന് ഈ 7 മേജർ കറൻസി എന്ന് പറയാൻ കാരണം ഈ USDയുടെ കൂടെയുള്ള കറൻസീസ് ഇല്ലേ, അതായത് USDയുടെ കൂടെയുള്ള ഈ ഒരു EUR, JPY, CAD, ഇതൊക്കെ എക്കണോമിയിൽ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കറൻസീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കറൻസീസ്, അതായത് എക്കണോമിക് ആയിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള കറൻസീസ് USD ആയിട്ട് ചേരുമ്പോൾ നമുക്കതിനെ എന്താ മേജർ കറൻസി പെയർസ് എന്ന് പറയാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഈ മാർക്കറ്റിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് മേജർ കറൻസി പെയർസിൻ്റെ മാർക്കറ്റിനുള്ള കുറച്ച് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലിക്വിഡിറ്റി വളരെ ഹൈ ആയിരിക്കും. ലിക്വിഡിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അതായത് ഞാനിതുവരെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. വേണമെങ്കിൽ ആ വാക്ക് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ, ലിക്വിഡിറ്റി, LIQUIDITY, ലിക്വിഡിറ്റി നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ലിക്വിഡിറ്റി അതുപോലെ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതായത് ഫോറക്സ് ട്രേഡിങ്ങിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർക്കറ്റാണ് നമ്മുടെ ഈ ഒരു മേജർ കറൻസീസ്. അതായത് ഈ 7 വരുന്ന മാർക്കറ്റ്. ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് EUR USD ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു മേജർ കറൻസിയിൽ വരുന്ന കറൻസീസ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ബിഗിനേഴ്സിന് ട്രേഡ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മൂവ് ആവും അവിടെ. ലിക്വിഡിറ്റി എന്താ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ആ ഒരു സ്മൂത്ത് മൂവ്മെന്റ് കാരണം തന്നെ ബിഗിനേഴ്സിന് പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു കുറച്ചുകൂടി നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കബിൾ ആവാൻ ചാൻസസ് കൂടുതലാണ്. കാരണം വളരെ സ്മൂത്ത് ആയിട്ട് ലിക്വിഡിറ്റി ബേസ് ചെയ്ത് മൂവ് ആവുന്ന മാർക്കറ്റ് എല്ലാം അങ്ങനെയാണ്. അത് നമുക്ക് ഏകദേശം ആ ഒരു മാർക്കറ്റിന്റെ മൂവ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 7 ഇത് മനസ്സിലായില്ലേ, ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കുക, കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് മേജർ കറൻസി പെയർസ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് പറയാനുള്ളതാണ് മൈനർ കറൻസി പെയർസ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ മൈനർ കറൻസീസ് ഒരു 6 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വളരെ സിമ്പിളാണ്. US ഡോളർ കൂടെ പെയർ ആവാത്തത്, അതിനെ നമുക്ക് മൈനർ കറൻസി പെയർസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, മേജർ കറൻസി പെയർസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാത്തിൻ്റെ കൂടെയും US ഡോളർ ഉണ്ടാവണം. അതുപോലെ തന്നെ മൈനർ കറൻസി വരുമ്പോൾ അവിടെ US ഡോളർ കൂടെ ഉണ്ടാവാത്ത പെയർസിനെയാണ് നമ്മൾ മൈനർ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈനർ കറൻസി പെയർസിൽ വരുന്ന കറൻസി പെയർസിൽ അധികം ബിഗിനേഴ്സ് ഒന്നും ട്രേഡ് ചെയ്യാറില്ല. കാരണം ഹൈ വോളറ്റൈലാണ്. അതായത് മാർക്കറ്റ് ഒരുമാതിരി നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ അവിടെ ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും കുറച്ചുകൂടി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആയിരിക്കും നമ്മുടെ ഒരു മൈനർ കറൻസി പെയർസിന്റെ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും മെയിനായിട്ട് മേജർ കറൻസിയാണ് ഫോക്കസ് ചെയ്യുന്നത്, കാരണം മൂവ്മെന്റ്സ് വളരെ സ്മൂത്ത് ആണ്. പക്ഷേ മൈനർ കറൻസിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഭയങ്കര ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. അപ്പോൾ ട്രേഡിംഗ് നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാൾ നേരെ ചെന്ന് മൈനർ കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് മീൻസ് പൈസ ഇറക്കി കഴിഞ്ഞാൽ
നല്ല രീതിക്ക് തന്നെ ലോസ് അടിച്ചു പോകും. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് മൈനർ കറൻസി പേഴ്സിൽ വരുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഒരു കറൻസി പേർ കൂടെ ഉള്ളൂ, എക്സോട്ടിക് കറൻസി പെയർസ്. അപ്പോൾ ഞാനിവിടെ എക്സോട്ടിക് കറൻസി പെയർസ് ആയിട്ട് ജസ്റ്റ് 2 കറൻസി പേഴ്സ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. കാര്യം പറഞ്ഞില്ല, കുറച്ചേ ഉള്ളൂ, എനിക്ക് അറിയത്തില്ല എത്ര എണ്ണം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്നാലും ജസ്റ്റ് അറിയാന്നുള്ള 2 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്തായാലും ഞാൻ ഒരിക്കലും ഇതിലൊന്നും ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഞാൻ മേജർ കറൻസീസ് ആയിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എക്സോട്ടിക് കറൻസി പെയർസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം USD INR, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്, അതുപോലെ തന്നെ USD TRY, ഇത് ടർക്കിഷ് കറൻസിയാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സോട്ടിക് കറൻസി പെയർസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ല, ജസ്റ്റ് എമേർജിങ് ആയിട്ടുള്ള, അതായത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി ഉണ്ടല്ലോ, അവിടുത്തെ കറൻസീസിനെ നമുക്ക് എന്താ എക്സോട്ടിക് കറൻസി പെയർസിൽ ആഡ് ചെയ്യാം. അതാണ് USD INR, USD TRY. അപ്പോൾ ഞാൻ ഇതിപ്പം ഇവിടെ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ USD വരുന്ന കറൻസി എല്ലാം നമ്മൾ മേജർ കറൻസിയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് എന്താ 2 കറൻസീസ് നമ്മൾ ജസ്റ്റ് എക്സോട്ടിക്കിൽ മാറ്റി. കാര്യം ആ USDയുടെ കൂടെ പെയർ അയക്കുന്ന ആ ഒരു INRും അതുപോലെ തന്നെ TRY എന്ന് പറയുന്ന കറൻസിയും, അത് രണ്ടും ജസ്റ്റ് എമേർജിങ് ആണ്. ഇതുവരെ അതൊരു എന്താ ഒരു പ്രോപ്പർ ഡെവലപ്മെന്റ് സ്റ്റേജിലായിട്ടില്ല. ഡെവലപ്മെന്റ് മീൻസ് നമുക്കറിയത്തില്ല, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്മെന്റ് കൺട്രി, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു കറൻസി കറക്റ്റ് ഡെവലപ്പായി ഒരു പീക്കിൽ എത്തിയിട്ടില്ല, ജസ്റ്റ് എമേർജിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെന്താ എക്സോട്ടിക് കറൻസി പെയർസിലിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇനി ഒരുപാട് കൊണ്ടുപോകുന്നില്ല, ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ലെങ്ത് ആയി. അപ്പോൾ ജസ്റ്റ് ഇന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡിസ്കൗണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ വന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എന്താ നല്ലതാണ്, യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ പറയാൻ വിട്ടുപോയി, സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ട കാര്യമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റൊക്കെ ട്രേഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം, അല്ലാത്തവർ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് രാവിലെ ഒരു 9 മണിക്ക് എന്തോ ഓപ്പൺ ആവും. അതിനുശേഷം ചില മാർക്കറ്റൊക്കെ 3 മണിയാകുമ്പോഴേ ക്ലോസ് ആവും. ചിലതൊക്കെ ഏകദേശം ഒരു 5:30, വൈകിട്ട് 5:30 ഒക്കെ ആകുമ്പോൾ ക്ലോസ് ആവും. ചിലത് രാത്രി 11 മണിക്ക് ക്ലോസ് ആവും. പിന്നെ വീണ്ടും ഓപ്പൺ ആവുന്നത് പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ്. അതേസമയം നിങ്ങൾ ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 24x5 എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, 23x5 ആണ്. അതായത് ഒരു വീക്കിൽ 5 ഡേയ്സ്, മൺഡേ ടു ഫ്രൈഡേ, എല്ലാ ദിവസവും 23 hours വെച്ചിട്ടുണ്ട്. മിഡ് നൈറ്റ് ഇടയ്ക്ക് 1 അവർ മാർക്കറ്റ് ക്ലോസ് ആവുന്നുണ്ട്. അത് അത്ര കാര്യമാക്കേണ്ട ഒരു കാര്യമല്ല, ജസ്റ്റ് 1 hour അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്കായിക്കോട്ടെ, 5:30 ആയിക്കോട്ടെ, 3 മണിക്കായിക്കോട്ടെ ക്ലോസ് ആയിട്ട് ഒരുപാട് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അവർ പ്ലേസ് ചെയ്ത ഓർഡർ എല്ലാം എക്സിക്യൂട്ട് ആവും. അത് ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്ത് നമുക്കവിടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ആവുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ക്ലോസ് ആയ റേഞ്ചിലൊന്നും ആയിരിക്കത്തില്ല പ്രൈസ് ഓപ്പൺ ആവാനുള്ള ചാൻസ്. ചിലപ്പോൾ ഒരുപാട് മുകളിലായിരിക്കും ഓപ്പൺ ആവുന്നത്, ചിലപ്പോൾ ഒരുപാട് താഴെയായിരിക്കും ഓപ്പൺ ആവുന്നത്. വളരെ വളരെ റെയർ ആയിട്ട് ക്ലോസ് ആയ ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അടുത്ത് തന്നെ ഓപ്പൺ ആവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും. അതുപോലെ വോളിയം വളരെ കുറവാണ്. നിങ്ങൾ നോക്കുക, ഫോറക്സ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് ലോകം മൊത്തം ട്രേഡ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു ദിവസം ഇപ്പോൾ 2025 നോക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ $9.5 ട്രില്യൺ, അത്ര സംതിങ്, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ആക്യുറേറ്റ് അല്ല. ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഏകദേശം $9.5 ട്രില്യൺ ആണ്. അപ്പോൾ അത്രയും വളരെ വലിയൊരു വോളിയം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര രീതിക്ക് തന്നെ ട്രേഡ് നടക്കുന്നുണ്ട്. അതായത് ഭയങ്കര രീതിക്ക് ട്രേഡ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ വോളിയം വരുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇന്ത്യൻസ് മാത്രമേ അതിനകത്ത് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെന്താ ജസ്റ്റ് കുറച്ച് വോളിയമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് നാൾ. അവിടെ നോക്കിയിട്ട് എനിക്ക് അതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് തോന്നി. അങ്ങനെ ഞാൻ ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇനി മെയിനായിട്ട് പോകുന്നത് ഫോറക്സ് മാർക്കറ്റ് മാത്രമായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ക്രിപ്റ്റോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തിട്ട്. എന്തായാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് ഈ ഒരു ഫസ്റ്റ് വീഡിയോ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.